ഒരാരംഭമാണ് ഈ സഭയിൽ ഉണ്ടായത്. കത്തോലിക്ക സഭാവിശ്വാസികളായിരുന്ന ആ കാലത്ത് ഈ ഹൈറേഞ്ചിലെ ഏറ്റവും പ്രബലമായ ഒരു കത്തോലിക്ക സഭയുടെ വിശ്വാസികളായിരുന്ന ഒരു കുടുംബം CSI സഭാംഗമായ ഒരു വ്യക്തിക്ക് ആ കുടുംബത്തിലെ ഒരു പെൺകുഞ്ഞിനെ വിവാഹം ചെയ്തു കൊടുത്തു എന്ന ഒറ്റ കാരണമുണ്ട്. കത്തോലിക്ക സഭയിൽ നിന്നും അവർക്ക് മറ്റൊരു വിശ്വാസ ആരാധനാ ജീവിതത്തിലേക്ക് മാറേണ്ടി വന്നു. കുമ്പളപ്പുഴയിൽ കുടുംബത്തെ ഈ ദിവസം ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ആ കുടുംബത്തിന്റെ തറവാട് മുറ്റത്തുണ്ടായിരുന്ന ഒരു ചെറിയ ഷെഡില് CSI സഭയുടെ ഇന്നത്തെ മതിയുള്ള മഹാടവ അഭ്യന്തരന്മാരുടെയും കോവിൽ ഇടവപ്പെട്ടക്കാരുടെയും ഒക്കെ പ്രത്യേക പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിന്റെ ഫലമായി ഈ സഭയ്ക്ക് ആരംഭിച്ചു. ദൈവകൃപയാണ് 3 ഇടങ്ങളിൽ ആ സഭയെ ദൈവം പറിച്ചു നോക്കി. ഇത് മനോഹരമായ ഒരു ദേവാലയം. ഈ ആലയം അതിന്റെ എല്ലാ നന്മയിലും ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി നിൽക്കുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് 3 ശ്രേഷ്ഠ വൈദികരെ ഈസ്കരണ മഹാടവയ്ക്ക് ദൈവം വേർതിരിച്ചു എന്ന് പറയുമ്പോൾ അഭിമാനിക്കാതിരിക്കാൻ കഴിയും. എത്രയോ വലിയ വലിയ ദൈവാലയം, 100 കണക്കിന് കുടുംബങ്ങളുള്ള ദൈവാലയം ഒരു വൈദികനെ ദൈവവേലയ്ക്ക് നൽകാൻ കഴിയാതെ സങ്കടപ്പെടുമ്പോഴാണ് ഈ കൊച്ചു ദൈവാലയം ഈസ്കരണ മഹാടവയിലെ ഏറ്റവും പ്രഗത്ഭരായ 4 വൈദികർ എന്ന് ഞാൻ പറയും. കാരണം സ്നേഹപരമായി മാറ്റിവെച്ചു ഈ സഭയുടെ മരുമകൻ കൊച്ചുമയോടൊപ്പം KS കറിയാച്ചനും KD സാലച്ചനും ഇപ്പോൾ ജോസഫ്. ദൈവം ഈ 60 വർഷക്കാലം ഈ സഭയെ നടത്തി ഇതിനുള്ള സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ 60ാമത് വാർഷികം ഡയമണ്ട് ജൂബിലി ആയി കൊണ്ടാടുമ്പോൾ അപ്പോൾ തിരുമനസ് ഇടവപ്പെട്ടക്കാരൻ എന്നുള്ള നിലയിൽ ഏകദേശം 5.5 വർഷക്കാലം ഈ സഭയെ നയിച്ച മഹനീയമായ കാലഘട്ടങ്ങളൊക്കെ നിസ്മരിക്കാൻ കഴിയുകയും അഭ്യുന്ന തിരുമേനിമാരായ KG സാമുവൽ തിരുമേനി, KG ദാനിയേൽ തിരുമേനി ഇവരൊക്കെ ഈ സഭയുടെ മുൻ ഇടവപ്പെട്ടക്കാരന്മാരായിരുന്നു. അവരുടെയൊക്കെ സേവനം അതുപോലെ വൈദികരുടെ വളരെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, വളരെ ഇല്ലായ്മകളുടെ മധ്യത്തിൽ ഈ സഭയെ നയിച്ച അന്യരായ സഭാ ശുശ്രൂഷ ഉപദേശിമാർ, കൊച്ചമ്മമാർ, ഈ സഭയ്ക്ക് നേതൃത്വം നൽകിയ കൈക്കാരന്മാർ എന്ന് വേണ്ട വിവിധങ്ങളായ ഈ സഭയെ ദൈവം ഈ 60 വർഷക്കാലം ഈ മണ്ണിൽ കാത്തു പരിപാലിച്ചു. ഒരുപക്ഷെ ദൈവഹിതം എന്ന് പറയട്ടെ, ഒരു കോയിൻസിഡന്റ് എന്ന് പറയാം, ഈ പുതിയ ദേവാലയത്തിന് പണിയുവാൻ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയ അമേരിക്കയിൽ താമസമായിരിക്കുന്ന വാഴക്കിരിക്കിലെ സ്നേഹമുള്ള ജോൺസൺ. അത് ചരിത്രം എഴുതാൻ ശ്രമിച്ചപ്പോൾ പോലും കാണാതെ പോയ പേരാണ്. അദ്ദേഹത്തിന്റെ അനുജന്റെ മകനാണ് സ്നേഹമുള്ള ലീസിനസ് നിന്ന്. ഇതൊന്നും അറിയാതെ ഈ ശുശ്രൂഷ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ ഓർമ്മ സ്തോത്രം ചെയ്യാൻ 18 വിശ്വാസികൾ, 18 ആളുകൾ പൂർണ്ണ അംഗത്വത്തിലേക്ക് സഭയിലൂടെ ഇന്ന് ഇത് സ്ഥിരീകരിക്കപ്പെടാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ നാമത്തിൽ സ്ഥാപിതമായ ദേവാലയം 2025 ജനുവരി മാസം 25, 26 ദിവസങ്ങൾ നടത്തപ്പെട്ട പ്രതിഷ്ഠാപന പെരുന്നാളും അതുപോലെ ആദിപല പെരുന്നാളും വളരെ ഭംഗിയായി നിറവേറ്റി. ഏതാണ്ട് 1 വർഷക്കാലം മുൻപ് നടത്തിയ പ്ലാനിങ്ങിന്റെ ഫലമായിട്ട് ഈ ദേവാലയത്തിൽ മനോഹരമായ ബെഞ്ചുകൾ ജനം തന്നെ പണം കണ്ടെത്തി എങ്ങും പിരിക്കാൻ പോകാതെ ഇടവക പള്ളിയിലും ഈ പള്ളിയിലും പ്രിയപ്പെട്ട അംഗങ്ങളുടെ കോൺട്രിബ്യൂഷൻ മനോഹരമായ ബെഞ്ചുകൾ സ്നേഹമുള്ള MC സാറിന്റെ നിസ്വാർത്ഥമായ സ്നേഹം. ഒരു വാക്ക് പറയട്ടെ, 2 കിഡ്നിയും പ്രവർത്തനരഹിതമായ ഒരു ഉപദേശം പക്ഷേ ഇന്ന് കേരളത്തിലുണ്ടല്ലേ, അത് സ്നേഹമുള്ള സാറായി. ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തു. കർത്താവിന്റെ വേല ഇത്ര ഭംഗിയായി ചെയ്യുന്ന അവിടുത്തെ അഭിഷേകത്തിൽ ചേർന്ന് നിൽക്കുന്ന കൊച്ചമ്മ ഇവരുടെയൊക്കെ ശുശ്രൂഷയ്ക്ക് ഒരു അലങ്കാരമായിട്ടാണ് ഇന്ന്
ഈ 60ാമത് ജൂബിലിയുടെ സമാപനം ഇവിടെ നടക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പരിശുദ്ധാത്മ നിറഞ്ഞ സ്ഥിരീകരണത്തിന് വേണ്ടി, പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് വേണ്ടി ഹൃദയത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ശക്തി പറഞ്ഞുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കരം കഴിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ഹൃദയത്തെ സ്വർഗത്തിലേക്ക് പാടി ആട്ടുന്നത് അഭ്യർത്ഥിച്ചു വേണ്ടി നമ്മൾ ദൈവത്തെ